നമസ്കാരം, ഞാൻ വിഷ്ണുപ്രകാശ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാർത്തയാണ് ബാങ്ക് തട്ടിപ്പുകൾ. ബാങ്ക് തട്ടിപ്പുകളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ATM തട്ടിപ്പുകളാണ്. അവിടെ നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുന്ന ഒരു ചെറിയ ടിപ്പാണ് ഞാനിന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളൊരു SBI കസ്റ്റമർ ആണെങ്കിൽ SBIയുടെ യോനോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ, ഉപയോഗമില്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് കാർഡ് ഓഫ് ചെയ്ത് വെക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മൾ SBI യോനോ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് SBI യോനോ ആപ്പ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി യോനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ യോനോ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള 6 അക്ക രഹസ്യ നമ്പർ അടിച്ച് നമുക്കതിനകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കത് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മളങ്ങനെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ SBIയുടെ ഹോം പേജിലോട്ട് കടന്നിരിക്കുകയാണ്. ഈ ഹോം പേജിൽ നിന്ന് നമുക്ക് ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് കോർണറിൽ 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ 3 ലൈനിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് നമുക്ക് പോപ്പപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ സർവീസ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്പണാണ് ക്ലിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തപ്പം വന്നൊരു പേജാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാൻ ATM ഓർ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെടുക്കാൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ SBI യോനോ യൂസർക്ക് മാത്രം അറിയാവുന്ന ഒരു പ്രൊഫൈൽ പാസ്വേഡ് ഉണ്ട്. ആ പ്രൊഫൈൽ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ പ്രൊഫൈൽ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേജ് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രൊഫൈൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നൊരു പേജാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താണ് കാർഡ് നഷ്ടപ്പെട്ട കാർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ കാർഡ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പുതിയ കാർഡ് അല്ല റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ATM കാർഡിനെ സംബന്ധിക്കുന്ന, ഡെബിറ്റ് കാർഡിനെ സംബന്ധിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ഇതുവഴി ചെയ്യാനായിട്ട് സാധിക്കും. ഞാനതിലെ മാനേജ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ വന്ന പേജാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ പേജിനകത്ത് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് അടിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എന്താണ് എൻ്റെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കാർഡ്, ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നുണ്ട് മാനേജ് യൂസേജ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഇപ്പം ഈ അക്കൗണ്ട് നമ്പറിൽ ഈ കാർഡിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസ് ATM ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് എല്ലാം പറ്റും. പോയിൻ്റ് ഓഫ് സെയിൽ സാധിക്കും. E-commerce ട്രാൻസാക്ഷൻ ഓഫാണ്. ഡൊമസ്റ്റിക് യൂസേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ആവശ്യമില്ലാത്ത സമയത്ത് എൻ്റെ ATM കാർഡ് ആരും യൂസ് ചെയ്യാതിരിക്കാൻ, അല്ല എൻ്റെ നിന്ന് കാർഡ് നഷ്ടപ്പെട്ടാൽ പോലും ആ കാർഡ് ആർക്കും യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, യോനോ ആപ്പിൽ കയറി അതിൻ്റെ മാനേജ് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ടാബിൽ നിന്നുകൊണ്ട് ATM അല്ല ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി എൻ്റെ കാർഡ് വെച്ച് ട്രാൻസാക്ഷൻ നടക്കത്തില്ല. പോയിൻ്റ് ഓഫ് സെയിൽ ട്രാൻസാക്ഷൻ ഞാൻ ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഓഫ് ചെയ്തിട്ട് എന്താണ് ഞാൻ നെക്സ്റ്റ് ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഫോണിൽ ഒരു OTP അവൈലബിൾ ആകും. ആ OTP നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് വന്നു, ട്രാൻസാക്ഷൻ ഫോർ യുവർ കാർഡ്. അപ്പോൾ കാർഡ് നമ്പർ തന്നിട്ടുണ്ട്, ഹാസ് ബീൻ അക്സെപ്റ്റഡ്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ എന്താണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കാർഡ് ഇപ്പം ആർക്കും യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി എന്താണ് നമുക്ക് എപ്പോഴാണോ ട്രാൻസാക്ഷൻ ആവശ്യമായിട്ട് വരുന്നത്, അല്ലെ എപ്പോഴാണ് എനിക്കിനി വീണ്ടും ആ കാർഡ് യൂസ് ചെയ്യേണ്ട വരുന്നത്, ആ സമയത്ത് വീണ്ടും എനിക്ക് എന്ത് ചെയ്യാം, മാനേജ് കാർഡ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് എന്താണ് പ്ലീസ് സെലക്ട് എന്ന് പറയുന്നതിനകത്ത് അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. മാനേജ് യൂസ് എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ആക്കി കൊടുക്കുക. എന്തൊക്കെ കാര്യങ്ങൾ ആക്ടിവേറ്റ് ആക്കണോ അതെല്ലാം ആക്ടിവേറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പം വീണ്ടും നമ്മളോട് അതേ OTP ചോദിക്കും. അപ്പോൾ OTP വീണ്ടും ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അവൈലബിൾ ആകും. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന OTP ഞാൻ വീണ്ടും എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് എന്താണ് അതിൻ്റെ മെസ്സേജ് അവൈലബിൾ ആകും. അപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചേഞ്ച് വരുത്തിയ ട്രാൻസാക്ഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ATM കാർഡ് ഓഫ് ചെയ്ത് വെക്കാൻ, ഓൺ ചെയ്ത് വെക്കാൻ, ബ്ലോക്ക് ആക്കി വെക്കാൻ ഒക്കെ നമുക്ക് SBI യോനോ ആപ്പ് സഹായിക്കും. അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഒരു പരിധി വരെ ബാങ്കിൻ്റെ ഫ്രോഡിൽ നിന്ന് അല്ലെ ATM തട്ടിപ്പിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പം SBI യോനോ ആപ്പുള്ള SBI കസ്റ്റമേഴ്സ് എല്ലാവരും ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.